ഹായ് ഫ്രണ്ട്സ്, വിഭൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് കുമാരനാശാനെക്കുറിച്ച് മുൻപ് PSC ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കുമാരനാശാൻ ജനിച്ചത് 1873 ഏപ്രിൽ 12. 1873 ഏപ്രിൽ 12. കുമാരനാശാൻ ജനിച്ച സ്ഥലം കായിക്കര, തിരുവനന്തപുരം. എവിടെയാണ്? കായിക്കര, തിരുവനന്തപുരം. അച്ഛൻ്റെ പേര് നാരായണൻ. അമ്മയുടെ പേര് കാളി. കുമാരനാശാൻ്റെ കുട്ടിക്കാലത്തെ പേര് കുമാരു. സ്നേഹഗായകൻ, ആശയഗാംഭീരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആര്? ആരാണ്? കുമാരനാശാൻ. ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? കുമാരനാശാൻ. ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കുമാരനാശാന് മദ്രാസ് സർവകലാശാലയിൽ നിന്നും പട്ടും വളയും സമ്മാനിച്ചത് ആരാണ്? കുമാരനാശാന് മദ്രാസ് സർവകലാശാലയിൽ നിന്നും പട്ടും വളയും സമ്മാനിച്ചത് ആരാണ്? വെയിൽസ് രാജകുമാരൻ. ആരാണ്? വെയിൽസ് രാജകുമാരൻ. കുമാരനാശാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം. 1913. എത്രയാണ്? 1913. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവി ആരാണ്? കുമാരനാശാൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി കവി ആരാണ്? കുമാരനാശാൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി കവി ആരാണ്? കുമാരനാശാൻ. ഏത് വർഷമായിരുന്നു? 1973. ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി, SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? കുമാരനാശാൻ. കുമാരനാശാൻ എഡിറ്ററായ SNDPയുടെ മുഖപത്രം ഏതാണ്? വിവേകോദയം. കുമാരനാശാൻ എഡിറ്ററായ SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയം. ആശാൻ്റെ പത്രാധിപത്യത്തിൽ വിവേകോദയം ആരംഭിച്ച വർഷം. എന്നാണ്? 1904. പ്രതിഭ എന്ന മാസികയുടെ പത്രാധിപർ ആരാണ്? കുമാരനാശാൻ. കുമാരനാശാൻ സ്ഥാപിച്ച പുസ്തകശാലയുടെ പേര് ശാരദാ ബുക്ക് ഡിപ്പോ. എന്താണ്? ശാരദാ ബുക്ക് ഡിപ്പോ. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവി ആരാണ്? കുമാരനാശാൻ. കുമാരനാശാന് മഹാകവി എന്ന പദവി നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. 1922. കുമാരനാശാന് മഹാകവി എന്ന പദവി നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. 1922. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ്? വീണപ്പൂവ്. കുമാരനാശാൻ്റെ വീണപ്പൂവ് എഴുതിയ സ്ഥലം എവിടെയാണ്? കുമാരനാശാൻ്റെ വീണപ്പൂവ് എഴുതിയ സ്ഥലം ജൈനിമേട്, പാലക്കാടാണ്. പാലക്കാട്. വീണപ്പൂവ് ആദ്യമായി അച്ചടിച്ച മാസിക മിതവാദി. വീണപ്പൂവ് പുനഃപ്രസിദ്ധീകരിച്ചത് ഭാഷാഭൂഷണിയിൽ. കുമാരനാശാൻ്റെ അവസാന കൃതി കരുണ. മാതംഗിയുടെ കഥ പറയുന്ന കുമാരനാശാൻ്റെ കൃതി ചണ്ടാല ഭിഷുകി. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കവിതയിലൂടെ ഉദ്ബോധിപ്പിച്ച കവി ആരാണ്? കുമാരനാശാൻ.
സ്നേഹമാണഖിലസാരമൂഴിയിൽ എന്ന് പാടിയ നവോത്ഥാന നായകൻ ആര്? സ്നേഹമാണഖിലസാരമൂഴിയിൽ എന്ന് പാടിയ നവോത്ഥാന നായകൻ ആരാണ്? കുമാരനാശാൻ. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ രചിച്ച വിലാപ കാവ്യം ഏതാണ്? പ്രരോദനം. ഏതാണ്? പ്രരോദനം. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യം. ദുരാവസ്ഥ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യം ദുരാവസ്ഥ. ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതി. ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതി ദിവ്യകോകിലം. 1922 രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ വിവർത്തകനായിരുന്നത് ആര്? 1922 രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ വിവർത്തകനായിരുന്നത് ആരാണ്? കുമാരനാശാൻ. റെഡിമീർ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാള കവി ആരാണ്? കുമാരനാശാൻ. 1924 ജനുവരി 16 അദ്ദേഹം അന്തരിച്ചത്. റെഡിമീർ ബോട്ട് അപകടം നടന്ന ജലാശയം ഏതാണ്? പല്ലനയാർ. ഏതാണ്? പല്ലനയാർ. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ, തിരുവനന്തപുരം. തോന്നയ്ക്കൽ, തിരുവനന്തപുരം. കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിളിച്ചത് ആരാണ്? കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിളിച്ചത് ഡോക്ടർ ലീലാവതി. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ആരാണ്? കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ച കൃതി ഏതാണ്? കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ച കൃതി മനുഷ്യകഥാനുഗായികർ. മനുഷ്യകഥാനുഗായികർ. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്തത് ആര്? കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്തത് ഡോക്ടർ പൽപ്പു. വിപ്ലവത്തിൻ്റെ കവി, നവോത്ഥാനത്തിൻ്റെ കവി എന്നിങ്ങനെ കുമാരനാശാനെ വിളിച്ചത് ആര്? വിപ്ലവത്തിൻ്റെ കവി, നവോത്ഥാനത്തിൻ്റെ കവി എന്നിങ്ങനെ കുമാരനാശാനെ വിളിച്ചത് ആരാണ്? തായാട്ട് ശങ്കരൻ. ആരാണ്? തായാട്ട് ശങ്കരൻ. MK സാനുവിൻ്റെ മൃത്യുഞ്ജയം കാവ്യഗീതം എന്നത് ആരുടെ ജീവചരിത്രമാണ്? MK സാനുവിൻ്റെ മൃത്യുഞ്ജയം കാവ്യഗീതം എന്നത് ആരുടെ ജീവചരിത്രമാണ്? കുമാരനാശാൻ്റെ ജീവചരിത്രമാണ്. കുമാരനാശാൻ എന്ന ജീവചരിത്രം എഴുതിയതാരാണ്? കുമാരനാശാൻ എന്ന ജീവചരിത്രം എഴുതിയത് K. സുരേന്ദ്രൻ. ആരാണ്? K. സുരേന്ദ്രൻ. കുമാരനാശാൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം. കുമാരനാശാൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? ആശാൻ വേൾഡ് പ്രൈസ്. ആശാൻ വേൾഡ് പ്രൈസ്. കുമാരനാശാൻ്റെ പ്രധാന കൃതികൾ. കുമാരനാശാൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? വീണപൂവ്, വനമാല, മണിമാല, പുഷ്പവാടി, ശങ്കരശതകം, ഭക്തവിലാപം, നളിനി, ലീല, ശ്രീബുദ്ധചരിതം, സിംഹപ്രസവം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരാവസ്ഥ, ചണ്ഡാലഭിക്ഷുകി, കരുണ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നാടകങ്ങൾ ഏതൊക്കെയാണ്? വിചിത്ര വിജയം, മൃത്യുഞ്ജയം. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.